75ാം റിപ്പബ്ലിക് ദിന നിറവിൽ ഭാരതം രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിൽ ദേശീയ പതാക ഉയർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രവും അർപ്പിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. അതേസമയം ബഹിരാകാശ ഗവേഷണത്തിലും പ്രതിരോധ വ്യവസായിക രംഗത്തും ഫ്രാൻസുമായി കൂടുതൽ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഇത്തരമൊരു ധാരണയുമായത്. ഗൗതം ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, എന്തായാലും ഭാരതത്തെ ഒരിക്കൽ കൂടി ആവേശത്തിലാക്കി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനത്തെ വരവേറ്റിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, ഭാരതമെമ്പാടും റിപ്പബ്ലിക് ദിനം വിപുലമായി തന്നെ കൊണ്ടാടുകയാണ്. 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഇന്ന് കർത്തവ്യപഥിൽ തുടക്കമായി. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പിന്നീട് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ കരുത്തും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയുമെല്ലാം കൃത്യമായി വിളിച്ചോതിക്കൊണ്ടുള്ള വർണ്ണാഭമായ പരേഡ് നടന്നു. കര, നാവിക, വ്യോമസേനകളെ കൂടാതെ അർദ്ധസൈനിക വിഭാഗം, ഡൽഹി പോലീസ്, NCC കേഡറ്റ് തുടങ്ങിയവർ ഈ പരേഡിൻ്റെ ഭാഗമായി. ഒപ്പം വായുസേനയുടെ വിമാനങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിരോധ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ കർത്തവ്യം പല യുദ്ധങ്ങളിലും നിർവഹിച്ചിട്ടുള്ള മിറാഷ്, അതോടൊപ്പം തന്നെ സുഖോയ്, ഏറ്റവും ഒടുവിൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ള റഫേൽ തുടങ്ങിയ വിമാനങ്ങൾ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. അങ്ങനെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കമായിരിക്കുന്നു. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഈ തവണ അതിഥിയായി കർത്തവ്യപഥിൽ എത്തിയത്. 29ാം തീയതി ഉച്ചതിരിഞ്ഞ് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇനിയും വിജയ് ചൗക്കിൽ നടക്കേണ്ടതുണ്ട്. ആ ബീറ്റിംഗ് റിട്രീറ്റിന് ശേഷം നടക്കുന്ന ലൈറ്റ് ഷോ ഉണ്ട്. ആ ലൈറ്റ് ഷോയോടുകൂടിയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകുക.